റവേൽകോട്ട് വളഞ്ഞു. പാക് സൈന്യത്തോട് നഗരമൊഴിയാൻ ജനങ്ങളുടെ അന്ത്യശാസനം. POKയിൽ കലാപം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാക് കാശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭം പുതുതായും അതീവ നിർണായകവുമായ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ കേന്ദ്രമായി മാറിയ റവേൽകോട്ടിലാണ് പാക് സുരക്ഷാ സേനയുടെ നഗരം ഉടൻ തന്നെ ഒഴിയാൻ പ്രക്ഷോഭകർ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിൽ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നു എന്ന ആശങ്ക ഉയരുകയാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ കോർ മെമ്പറായ ഗാജ മെഹ്റാനാണ് ജനങ്ങളോട് വൻ ആഹ്വാനം നടത്തിയിരിക്കുന്നതും. ഇനി പിന്നോട്ടില്ല, അവകാശങ്ങൾക്കായി തന്നെ നെഞ്ചും വിരിച്ചു നിൽക്കേണ്ട സമയമാണിതെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പാക് അധീന കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ കൂട്ടായി തന്നെ റവേൽകോട്ടിലേക്ക് എത്തിച്ചേരുമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റവേൽകോട്ടിലെ തന്ത്രപ്രധാന കേന്ദ്രമായ ഡി ചൌക്കിന്റെ നിയന്ത്രണം അത് പ്രതിഷേധകർ ഏറ്റെടുത്തതായി തന്നെ പ്രക്ഷോഭ നേതൃത്വം അവകാശപ്പെടുകയാണ്. നഗരത്തിലേക്ക് വാഹന വ്യൂഹങ്ങളും പ്രതിഷേധ റാലികളും തുടർച്ചയായി തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും വരും മണിക്കൂറുകളിൽ തന്നെ സമരം കൂടുതൽ ശക്തമാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പാക് സുരക്ഷാ സേനയ്ക്ക് നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. ഞങ്ങളുടെ സമരം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയല്ല, എന്നാൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ സുരക്ഷാ സേന റവേൽകോട്ടിൽ നിന്ന് പിന്മാറണമെന്നതാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമപരവും ജനാധിപത്യപരവുമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം ആവർത്തിച്ചു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വൈദ്യുതി നിരക്ക് വർധന, ഭരണകൂടത്തിന്റെ അവഗണന എന്നിവയാണ് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണങ്ങളിലായി തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ പ്രതിഷേധകർക്കും പാക് സുരക്ഷാ സേനയ്ക്കും ഇടയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. റവേൽകോട്ടിൽ വലിയ തോതിൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല കൂടുതൽ സൈനികരെ മേഖലയിൽ അവിടെ എത്തിച്ചേരാനും അത് എത്തിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മറുവശത്ത് യുവാക്കളും സാധാരണ ജനങ്ങളും വൻതോതിൽ സമരത്തിലേക്ക് ഒഴുകിയെത്തുന്നതോടുകൂടി തന്നെ പ്രതിഷേധം നിയന്ത്രണാതീതമാകുമോ എന്ന ആശങ്ക പാകിസ്ഥാൻ ഭരണകൂടത്തിനിടയിൽ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അതേസമയം പാക് അധീന കാശ്മീരിൽ ഇത്രയും വ്യാപകമായി തന്നെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും സുരക്ഷാ സേനയുടെ തുറന്ന വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നത് അപൂർവ സംഭവമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. റവേൽകോട്ടിലെ സംഭവ വികാസങ്ങൾ ഇനി പാക് അധീന കാശ്മീരിലെ പ്രക്ഷോഭത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്ന വിലയിരുത്തൽ കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത മണിക്കൂറിൽ റവേൽകോട്ടിലെ സാഹചര്യം എങ്ങനെ ഉണ്ടാകും, അല്ലെ എങ്ങനെ മാറുമെന്നതും പ്രതിഷേധകരുടെ അതായത് പുതിയ നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ ഭരണകൂടം എന്ത് മറുപടി നൽകുമെന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രധാന ചോദ്യം. വിവിധ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസമായി തന്നെ ഈ പ്രതിഷേധം തുടരുകയാണ്. അധിനിവേശ കാശ്മീരിലെ തന്നെ നിയമസഭയിലെ തർക്ക വിഷയമായി തന്നെ 12 സീറ്റുകളെ ചൊല്ലിയാണ് ഈ ജനകീയ പ്രക്ഷോഭം ആളിപ്പടർന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.